നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്തുള്ളത്? ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. ഇത് മുജ്ജന്മ ബന്ധം ഈ വ്യക്തിയുമായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം ആണെന്നാണ് ഇവിടെ മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ ഈ സമയത്ത് ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് അതിനെ വ്യക്തമാവുന്നത്. ആൻഡ് റീച്ചിങ് ഔട്ട്, ആ വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് വളരെ ഡീപ്പായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. ആൻഡ് നത്തിങ് ടു വറി അബൌട്ട്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാം. ഇത് വളരെ ഒരു അനുയോജ്യമായ സമയം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു സമയം അല്ല ഇത്. ഓക്കെ, അഡിക്റ്റഡ്, ആ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്ഷനാണ്, അഡിക്റ്റഡ് ആണ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെസ് മാറാനും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. വളരെയധികം ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ മെൻ്റൽ സ്ട്രഗിൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു മെസ്സേജ് ഇവിടെ കിട്ടുകയാണ്, ലിവ് ഇൻ ദ മൊമെൻറ്റ്. നിങ്ങൾ ഏതൊരു നിമിഷത്തിലാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു ജീവിതം, അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾ പരമാവധി നിങ്ങളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങൾ പാസ്റ്റ് ലൈഫ് മെമ്മറീസിലോട്ട് പോകാതിരിക്കുക. മേ ബി ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, നല്ല മൊമെൻറ്റ്സിലെല്ലാം ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് മിസ് ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഈ സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആ വ്യക്തി വളരെയധികം ലോയലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ആ വ്യക്തിയുടെ ലൈഫ് പാർട്ട്ണറാക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയാവാൻ, അവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് ആവാനായിട്ട് ആ വ്യക്തി നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് ന്യൂ ലവ്, ആ വ്യക്തി നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ന്യൂ ലവ്, അതായത് ഒരു പുതിയ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരണമെന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിക്ക് ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കണമെന്നാണ് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. വളരെ ലോയലായിട്ടുള്ള, വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് പേഷ്യൻസ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി കുറച്ച് പേരെങ്കിലും സ്പിരിച്വലി ചേഞ്ച് ആവുന്നുണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ടൈമിൽ വളരെയധികം കെമിസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമാണ്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ പേർക്കും ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്.
മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിയുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു കർമ്മയുടെ ഫലം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക്, ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതിൻ്റെ ആൻസറാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെൻ്റലി, ഫിസിക്കലി ഒരുപാട് സപ്പോർട്ടിൻ്റെ ആവശ്യകതയുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾ സപ്പോർട്ടായിട്ട് കാണുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആ വ്യക്തി നിങ്ങളോട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷനിലാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. മേ ബി വൈറ്റ് ഫെതേഴ്സ് ആയിട്ടും വൈറ്റ് കളേഴ്സിൽ പല കാര്യങ്ങളിലൂടെയും വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടും നിങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏഞ്ചൽസും യൂണിവേഴ്സും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. പലർക്കും ഈ ഒരു സിറ്റുവേഷൻ കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും അതിന്ന് വിട്ടുമാറാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ആൻഡ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും ചിലപ്പോൾ ഒത്തിരി നാളായിട്ടും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ റിയൂണിയൻ ഈ ഒരു ടൈം നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. രണ്ട് കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നിങ്ങളിൽ വന്നു ചേരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ പരസ്പരം ഇതുവരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ആ വ്യക്തി ആരാണ്, എന്താണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്തൊക്കെയോ ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. മേ ബി ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഫാമിലി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാൻ കഴിയാത്ത വിധം അത്രയും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരിക്കാം. സോറി. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഒത്തുചേരൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. മേ ബി ഈ പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ഒരു ഭയമുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങളായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഓക്കെ.